ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. YT സ്റ്റുഡിയോയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു നോട്ടിഫിക്കേഷനും ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ, അതായത് ഒരുപാട് പേർക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ടാകും. യു ക്യാൻ നൗ ചൂസ് ഇഫ് യു വാണ്ട് ടു അലോ തേർഡ് പാർട്ടി കമ്പനീസ് ടു യൂസ് യുവർ കണ്ടൻറ്റ് ടു ട്രെയിൻ AI മോഡൽസ് ഇൻ സ്റ്റുഡിയോ സെറ്റിംഗ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ കണ്ടൻറ്റ് മറ്റു കമ്പനികൾക്ക് അവർക്ക് അവരുടെ AI മോഡലിനെ ട്രെയിൻ ചെയ്യുന്നതിനെല്ലാം തന്നെ യൂസ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ എല്ലാം കൊടുക്കണോ എന്നതിനെക്കുറിച്ചെല്ലാമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെറ്റിംഗ് എല്ലാം കൊടുക്കാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചെല്ലാം നോക്കാം. ഇതിനായി നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിന്നാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡെസ്ക്ടോപ്പ് മോഡിൽ, അതായത് ക്രോം ബ്രൗസറിലെല്ലാം പോയതിന് ശേഷം ഡെസ്ക്ടോപ്പ് മോഡിൽ പോയതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നതാണ് നല്ലത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി ഇവിടെയുള്ള സെറ്റിംഗ് എല്ലാം കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ PC-യിലെല്ലാമാണ് നിങ്ങളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ നിങ്ങൾ കമ്പ്യൂട്ടറിലെല്ലാമാണെങ്കിൽ നിങ്ങൾക്ക് വ്യൂ ഇൻ സെറ്റിംഗ് എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ വ്യൂ ഇൻ സെറ്റിംഗ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഇത് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് എന്നതിൽ പോയി കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ചാനൽ എന്നതിൽ പോയി അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നതിൽ പോയാലും ഈ ഒരു ഓപ്ഷൻസ് എല്ലാം കാണാൻ സാധിക്കും. അതായത് തേർഡ് പാർട്ടി ട്രെയിനിങ് എന്ന ഈ ഒരു ഓപ്ഷനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഇനി ഇവിടെ ഈ തേർഡ് പാർട്ടി ട്രെയിനിങ് എല്ലാം അലോ ചെയ്യണോ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ടിക്ക് മാർക്ക് കൊടുക്കുക. അതായത് മറ്റു കമ്പനികൾക്ക് അവരുടെ AI മോഡലിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കണ്ടൻറ്റ് യൂസ് ചെയ്യാനുള്ള പെർമിഷനാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് അലോ എന്ന് ടിക്ക് മാർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഗ്നോർ ചെയ്യാം. അതായത് നിങ്ങൾ അലോ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻസ് എല്ലാമാണ് കാണിക്കുന്നത്. ഒന്നാമതായി ഇവിടെ സെലക്റ്റഡ് തേർഡ് പാർട്ടി കമ്പനീസ് ഓൺലി എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെലക്ട് എന്നതിൽ പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം ഒരുപാട് കമ്പനി ലിസ്റ്റ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനിക്ക് മാത്രമായി പെർമിഷൻ എല്ലാം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായി അഡോബ് അല്ലെങ്കിൽ ആമസോൺ, ആപ്പിൾ അല്ലെങ്കിൽ ഏതെല്ലാമാണ് കമ്പനികൾ നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രമായി സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ എന്ന് കൊടുക്കാം. അപ്പോൾ അവർക്ക് മാത്രം, അതായത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കമ്പനിക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഈ AI മോഡൽ ട്രെയിനിങ്ങിനെല്ലാം തന്നെ നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവുക. ഇനി ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഓൾ തേർഡ് പാർട്ടി കമ്പനീസ് എന്ന ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ എല്ലാ കമ്പനീസിനും ഈ ഒരു പെർമിഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ കൊടുത്തതിന് ശേഷം സേവ് എന്ന് കൊടുക്കുകയാണ്. ഇനി ഇങ്ങനെ നമ്മൾ ഇത് അലോ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ കണ്ടൻറ്റ് എലിജിബിലിറ്റി എന്നെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ദി അപ്ലിക്കബിൾ റൈറ്റ്സ് ഹോൾഡേഴ്സ് ഓൺ ദി വീഡിയോ അലോ തേർഡ് പാർട്ടി ട്രെയിനിങ്, അതായത് നമ്മൾ തേർഡ് പാർട്ടി ട്രെയിനിങ് ഓൺ ചെയ്തവർക്ക് മാത്രം, അല്ലെങ്കിൽ ഇത് അലോ ചെയ്താൽ മാത്രമാണ് ഈ ഒരു കണ്ടൻറ്റിന് ഇതിനുള്ള എലിജിബിലിറ്റി എല്ലാം ലഭിക്കുന്നത്. അതുപോലെ ദി വീഡിയോ പ്രൈവസി സെറ്റിംഗ് ഈസ് പബ്ലിക്, അതായത് നമ്മൾ ഏതെല്ലാം വീഡിയോ ആണോ പബ്ലിക്കാക്കി വെച്ചിരിക്കുന്നത് അത് മാത്രമായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു കണ്ടൻറ്റ് എലിജിബിലിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിൽ AI ട്രെയിനിങ്ങിനെല്ലാം വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാവുന്നത് പോലെ യൂട്യൂബിൻ്റെ ടേംസ് ഓഫ് സർവീസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എല്ലാം തന്നെ അനുസരിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാമാണ് ഇങ്ങനെ നമുക്ക് ഈ ഒരു തേർഡ് പാർട്ടി ട്രെയിനിങ്ങിനായെല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു പെർമിഷൻ എല്ലാം കൊടുക്കുമ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് എല്ലാം ലഭിക്കുമോ, ഇതിനെക്കുറിച്ച് കറക്റ്റായി നമുക്ക് ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കാണാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിൽ പലരും നമ്മുടെ അതായത് പല കമ്പനീസും നമ്മുടെ ഈ ഒരു കണ്ടൻറ്റ് അവരുടെ AI ട്രെയിനിങ്ങിനെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ചെറിയ ബെനിഫിറ്റ് എല്ലാം ലഭിച്ചേക്കാം. എന്നാൽ ഇതിനെക്കുറിച്ച് കറക്റ്റായ ഇൻഫർമേഷനൊന്നും അവൈലബിൾ അല്ല. നമുക്ക് അത്തരത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് മാത്രം. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പെർമിഷൻ അലോ ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഈ ഒരു വീഡിയോ ഇത് മറ്റുള്ള കമ്പനികൾ AI ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണമെന്നൊന്നുമില്ല.
ചിലപ്പോൾ അവർ യൂസ് ചെയ്തേക്കാം, ഒരു പക്ഷേ അവർക്ക് യൂസ് ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പെർമിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇതിന് താല്പര്യമുണ്ടെങ്കിൽ ഇത് യെസ് എന്ന് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ അലോ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്രകാരം ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഡിസ്മിസ് ചെയ്യാനും സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്